നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ മാത്യു. ഇന്നത്തെ വിഷയം ബ്രൈറ്റ്കോം ഗ്രൂപ്പാണ്. നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ബ്രൈറ്റ്കോം ഗ്രൂപ്പാണ് എല്ലായിടത്തും ചർച്ചകൾ. സെബി ബ്രൈറ്റ്കോം ഗ്രൂപ്പിന് ഒരു ഷോക്ക് കോസ് നോട്ടീസ് നൽകി. പ്രധാനമായും 2-3 ചാർജസൊക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, സെബിയോ അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സിനെ ഒന്നും അറിയാതെ, എക്സ്ചേഞ്ചിനെ ഒന്നും അറിയിക്കാതെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഡൈല്യൂട്ട് ചെയ്തു, വിറ്റൊഴിക്കപ്പെട്ടു. രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ബ്രൈറ്റ്കോം ഗ്രൂപ്പിൻ്റെ BCG എന്നറിയപ്പെടുന്ന ബ്രൈറ്റ്കോം ഗ്രൂപ്പിൻ്റെ എക്സ്പെൻസ്, ചിലവുകൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് മറച്ചു വെച്ചു. അതുവഴി ലാഭം പെരുപ്പിച്ച് കാണിച്ചു. മൂന്നാമത്തെ കാര്യം, അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ബ്രൈറ്റ്കോം ഗ്രൂപ്പ് ഉയർന്ന വില നിലവാരത്തിൽ പ്രൊമോട്ടർ സ്റ്റേക്ക് വിറ്റു. ഏകദേശം 50-55 രൂപ വില നിലവാരത്തിലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് അവരുടെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് നടത്തി. ഏകദേശം 6 രൂപയുടെ താഴെ. അപ്പോൾ എഫക്റ്റീവ്ലി കുറച്ച് ദിവസങ്ങളിൽ തന്നെ 50-55 രൂപയ്ക്ക് വിറ്റത് 6 രൂപയ്ക്ക് തിരിച്ചു വാങ്ങിയതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ഇതൊന്നും അറിയാതെ പാവം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, അവർ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും പലതും പറയുന്നതൊക്കെ കേട്ടിട്ട് വീണ്ടും കൊണ്ടുപോയി പണം നിക്ഷേപിച്ച് അവരുടെ പണം ഏകദേശം 3-1-4 ചുരുങ്ങപ്പെട്ടു. 8 മാസം മുമ്പ് തന്നെ നമ്മളൊരു വളരെ വിശദമായിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ അനാലിസിസ്, ഒരു ഫോറൻസിക് ഓഡിറ്റ് പോലെ നമ്മൾ ബ്രൈറ്റ്കോം ഗ്രൂപ്പിനെ കുറിച്ച് നടത്തിയിരുന്നതാണ്. വളരെയധികം പേർ ബ്രൈറ്റ്കോം ഗ്രൂപ്പിനെ കുറിച്ച്, BCGയെ കുറിച്ച് ആ ഒരു കാലത്ത് നമ്മളോട് ചോദിച്ചു, ഇതിൻ്റെ അകത്ത് ഇതൊരു മൾട്ടി ബാഗറായി മാറുമോ, അടുത്ത ടാറ്റ കൺസൾട്ടൻസി കമ്പനിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മുടെ വിപ്രോ പോലെയോ ഇൻഫോസൊക്കെ ആയി മാറുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിന് മുകളിലാണ് നമ്മളതൊരു ഫോറൻസിക് ഓഡിറ്റ് പോലെ നമ്മൾ നടത്തിയത്. അന്ന് അതിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞൊരു കാര്യം, ഇത് അടുത്ത കാലത്തൊന്നും അതേപോലെയൊന്നും ആയി മാറാൻ പോകുന്നില്ല. പ്രധാനമായും 2-3 കാരണങ്ങളാണ്. ഒന്ന്, വളരെ സംശയാസ്പദമായിട്ടുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസസ്. 2, ഈ കമ്പനി തന്നെ ഏകദേശം കഴിഞ്ഞ 4-5 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 8-9 തവണ പേര് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബുക്സ് ഒന്നും ഒട്ടും സുതാര്യമല്ല. 4-മത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ടർ, ഈ കമ്പനി നല്ലതാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ ഒരു സെക്ടർ വളരെയധികം കോമ്പറ്റീഷനുള്ളൊരു കമ്പനിയാണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇതിൻ്റെ അകത്ത് ഈവൻ ഇൻഡിവിജ്വൽസ് പോലും അൺഓർഗനൈസ് സെക്ടറിൻ്റെ അകത്ത് ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു മേഖലയാണത്. ഇത് പറയുന്ന പോലെ അത്ര പ്രോസ്പെക്റ്റീവായിട്ടുള്ള ബിസിനസ് വെർട്ടിക്കലല്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയതായിട്ടുള്ള ഒരു ഓപ്റ്റിമിസത്തിലൂടെ കൊണ്ടുപോയിട്ട് പണം കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ലഭിക്കാൻ പോകുന്നില്ല. എല്ലാം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. 8 മാസം കൊണ്ട് 55 രൂപ എന്ന നിലവാരത്തിൽ നിന്ന് ഏകദേശം 15 രൂപയിലേക്കൊക്കെ കൂപ്പുകുത്തി. ഇനി ഈ ഷോക്ക് കോസ് നോട്ടീസും കൂടി ലഭിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ അതിൻ്റെ എവിടെ എത്തി നിൽക്കുമെന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ആ ഒരു 7-8 മാസം മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമൻറ്റ്സ്, അതിൻ്റെ അകത്ത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം, കുറേ കമൻറ്റ് ചെയ്ത ആളുകൾ ഭാഷ പോലും മനസ്സിലാകാതെയാണ് വന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. കുറേ ഹിന്ദിക്കാരുൾപ്പെടെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വന്ന് കമൻറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 1 വർഷത്തിൻ്റെ അകത്ത് 1000 രൂപയോളം എത്തും ഇത്. അപ്പോൾ 1000 രൂപയിലെത്തുന്ന ഇതിനെക്കുറിച്ച് ഒരു നിഗൂഢ ലക്ഷ്യങ്ങളോടെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഉള്ളൊരു കോൺസ്പിറസി പോലെയാണ് ഈ ഒരു വീഡിയോ നടത്തുന്നത്. അത്ഭുതകരമെന്ന് പറയട്ടെ, BCGയെക്കുറിച്ച് നല്ലതല്ലാത്ത പറഞ്ഞ വീഡിയോകൾ എനിക്ക് തോന്നുന്നത് മറ്റൊന്നും ഞാൻ കാര്യമായി കണ്ടില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ BCGയെക്കുറിച്ച് നല്ലതല്ലാതെ പറഞ്ഞ യൂട്യൂബ് വീഡിയോകൾ ഞാൻ കാര്യമായി കണ്ടിട്ടില്ല. പക്ഷേ BCGയെക്കുറിച്ച് നല്ലതായിട്ട് പറഞ്ഞിട്ടുള്ള അനേകം ബ്ലോഗ് ആർട്ടിക്കിൾസും യൂട്യൂബ് വീഡിയോകളും ആയിരക്കണക്കിന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വലിയ ഫണ്ട്സോ വലിയ ഇൻവെസ്റ്റേഴ്സോ ആരും ഇതിനകത്ത് കാര്യമായി നിക്ഷേപിക്കാൻ വേണ്ടി മുമ്പോട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വന്നില്ല. അതേസമയം റീറ്റെയിലേഴ്സ് അവർ ബാക്കിയുള്ള കയ്യിലുള്ള പോർട്ട്ഫോളിയോയിലുള്ള ഷെയർസ് കൂടെ വിറ്റിട്ട് കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ ഓരോ തവണ താഴേക്ക് പോയപ്പോഴും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളത് കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായി ഇതുകൊണ്ട് സഫർ ചെയ്തത്, ഇതുകൊണ്ട് നഷ്ടം സംഭവിച്ചത്, അനുഭവിച്ചത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിൽ അതൊരു വളരെ ട്രിക്കി ബിസിനസ്സാണ്. ഫണ്ടമെൻ്റൽ ഡേറ്റ നിങ്ങൾക്ക് എവിടെ നിന്നും ലഭിക്കും ഇന്നത്തെ രീതിയിൽ? പല സ്ക്രീനർ സോഫ്റ്റ്വെയർ ഉണ്ട്, ഡാറ്റ അനലിറ്റിക്സ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കും PEP ഡാറ്റ, ബുക്ക് വാല്യൂ, P റേഷ്യോസ്, ROC എല്ലാം ലഭിക്കും. സ്ക്രീനർ വെച്ചിട്ട് സ്ക്രീൻ ചെയ്തെടുത്താലും ലഭിക്കും. പക്ഷേ വലിയ കമ്പനികൾ ഒഴികെ ബാക്കിയുള്ള കമ്പനികളെല്ലാം നിങ്ങൾ ഫണ്ടമെൻ്റൽ ഡാറ്റ മാത്രം വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പോയി കഴിഞ്ഞാൽ 50%-ലേറെ പോസിബിലിറ്റി നിങ്ങൾക്ക് കൈകൊള്ളാനാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, എല്ലായിടത്തുമുള്ള മൂല്യച്യുതി പോലെ തന്നെ അക്കൗണ്ടിങ് നടത്തുന്ന കമ്പനികൾ, അക്കൗണ്ടിങ് കൺസൾട്ടൻസി കമ്പനികളുടെ മൂല്യച്യുതി വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ഒരു 25-30 വർഷം മുമ്പ് ഉള്ളതുപോലെയല്ല. അപ്പോൾ
വിശ്വാസ്യതയില്ലാത്ത ഒരു കൂട്ടം അക്കൗണ്ടിങ് ഫേംസ് ഇവിടെ പ്രവർത്തിക്കുന്നു കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഉദ്ദേശം മുതലാളിമാർക്ക്, അതായത് അവരുടെ മുതലാളിമാർക്ക്, അതായത് അവർക്ക് കോൺട്രാക്റ്റ് കൊടുക്കുന്ന കമ്പനികൾക്ക് അവരുടെ ബുക്സ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ വില ഉയർത്തുക എന്നുള്ളതാണ്, വാല്യൂ എന്നുള്ളതിനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ പുറത്ത് കേൾക്കാത്ത പല അക്കൗണ്ടിങ് ഫേംസും വലിയ കമ്പനികൾ പലരും ഉപയോഗിക്കുന്നത്. കാരണം വലിയ കമ്പനികളാണ് അവരുടെ മാസ്റ്റേഴ്സ്. അതേസമയം വലിയ അക്കൗണ്ടിങ് ഫേംസ് ആണെങ്കിൽ വലിയ അക്കൗണ്ടിങ് ഫേംസ് അവരവരുടെ രീതിയിൽ നിന്ന് കാര്യമായിട്ട് മാറില്ല. കാരണം അവരുടെ ഒരു 100 വർഷമായിട്ടുള്ള അക്കൗണ്ടിങ് ഫേമൊക്കെ ആണെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫണ്ടമെൻ്റൽ ഡാറ്റ മാത്രം നോക്കിയിട്ട് നിങ്ങൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിക്ഷേപിക്കാൻ വേണ്ടി പോയാൽ കൈകൊള്ളാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളൊരു ഫോറൻസിക് ഓഡിറ്റൊക്കെ പോലെ നമ്മൾ നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ രീതിയിൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനികളുടെ എല്ലാം മിക്ക കമ്പനികളുടെയും വില നിലവാരം നിശ്ചയിക്കുന്നത് ഈ പറഞ്ഞതുപോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങളാണ്. കാരണം കുറേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നു, വാങ്ങാൻ തുടങ്ങുന്നു. ആ സമയത്ത് അതിൻ്റെ വില ഉയരുന്നു, ഇല്ലെങ്കിൽ വിടുന്നു. കാരണം അതിൻ്റെ അകത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേഷൻ സാധാരണ രീതിയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ പലപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തന്നെയാണ്, പമ്പ് ആൻഡ് ഡംപ് പോലെ തന്നെയാണ് നടത്തുന്നത്. BCGയുടെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. അത് സത്യത്തിൽ പറഞ്ഞാൽ അതൊരു ക്ലാസിക് പമ്പ് ആൻഡ് ഡംപ് തന്നെയായിരുന്നു. കാരണം വില നിലവാരം ചിലവുകൾ കുറച്ച് കാണിച്ച്, ബാലൻസ് ഷീറ്റ് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ച്, പെരുപ്പിച്ച് കാണിച്ച്, നല്ല രീതിയിൽ എല്ലാവരെയും പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് പണം കൊടുത്തോ കൊടുക്കാതെയോ ഇതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പബ്ലിസിറ്റി വഴി ഇതിന് കുറേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വന്ന് ചാടി, അങ്ങനെ ഡിമാൻഡ് കൂടി വില താനേ ഉയർന്നു മുകളിലേക്ക് പോയി. ആ ഒരു സമയത്ത് പ്രൊമോട്ടേഴ്സ് അതിൽ നിന്നും വളരെയധികം എക്സിറ്റായി 40% നിന്നും 18% അവരുടെ സ്റ്റേക്ക് കുറച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? താനേ താഴോട്ടും പോന്നു. അപ്പോൾ ഇത് ക്ലാസിക് പമ്പ് ആൻഡ് ഡംപായിട്ട് തന്നെ നമുക്ക് കരുതാൻ കഴിയുള്ളൂ. പെനി സ്റ്റോക്കുകൾ മാത്രമല്ല, ഇതുപോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളിലും ഇതേപോലെ നടന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നമ്മളൊരു 7-8 മാസം മുമ്പ് ചെയ്ത വീഡിയോ തന്നെ നമ്മൾ ഏകദേശം റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസും അതുപോലെ ബുക്സും നമ്മളൊരു ഇത് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഏറ്റവും മിനിമം ഒരു 1500 കോടി രൂപയുടെ അടുത്തെങ്കിലും ഇത് എന്താ പറയുന്നത് എക്സ്പെൻസ് മൂടി വെക്കപ്പെട്ടിട്ടുണ്ടാകണം. കാരണം ആ ഒരു രീതിയിലാണ് ബുക്സ് നമ്മളൊരു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ തന്ന ബുക്സ് ആണെങ്കിൽ പോലും വലിയൊരു പാടുപെടാതെ നോക്കിയാൽ തന്നെ ഇപ്പോൾ സെബി പറയുന്നത് ഏകദേശം 1300 കോടി രൂപയുടെ അടുത്ത് എന്താ പറയുന്നത് എക്സ്പെൻസ് ചിലവുകൾ മൂടി വെച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ കാണുന്ന പല പ്രോഫിറ്റിനേക്കാളും 1300 കോടി രൂപ കുറവാണ് ആക്ച്വൽ പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ അതായത് കമ്പനി നഷ്ടത്തിലാണെന്നൊക്കെ വേണം നമുക്ക് കരുതപ്പെടാൻ. രണ്ടാമത്തെ കാര്യം, നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ ക്രെഡിബിലിറ്റിയും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞപ്പം ഏതായാലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്തും കമൻറ്റ് ബോക്സിൻ്റെ അകത്തും നമ്മൾ പിൻ ചെയ്യുന്നുണ്ട്. കാണേണ്ടവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം കമ്പനി സ്റ്റേക്ക് സെയിൽ പലപ്പോഴായിട്ട് നടത്തുന്നതിലൂടെയും തിരിച്ചു വാങ്ങലിലൂടെയും നടത്തിയിട്ടുള്ളത് ബ്ലോക്ക് ഡീൽസിൽ കൂടെ ഏകദേശം 500 മുതൽ 600 കോടി രൂപ വരെ അഡീഷണൽ ലാഭം ഉണ്ടായിരിക്കാൻ വഴിയുണ്ട്. അതൊക്കെ തന്നെ ഏകദേശം സംഭവിച്ചിരിക്കാൻ ഉള്ള ഒരു വലിയ സാധ്യതകളാണുള്ളത്. പിന്നെ സബ്സിഡിയറീസ് പലയിടത്ത് US ആയിട്ട് അക്വയർ ചെയ്ത സബ്സിഡിയറീസ് അതെല്ലാം നമുക്കറിയാം. കഴിഞ്ഞ ദിവസത്തെ വാല്യൂഷനിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ കറൻസി അനുസരിച്ച് 1 ലക്ഷം രൂപയുടെ താഴെ മാത്രം വിലയുള്ള പല കമ്പനികളാണ് US ഇവർ അക്വയർ ചെയ്തതെന്ന് പറയപ്പെടുന്നത്. ആ കമ്പനികളൊക്കെ ഒരു ലീഗൽ എൻറ്റിറ്റീസോ പേപ്പർ കമ്പനികളോ മാത്രമാണ് അതെല്ലാം ഹോൾഡ് ചെയ്യുന്നത്. പ്രൊമോട്ടേഴ്സിൻ്റെ തന്നെയോ ബന്ധുക്കളോ ആരൊക്കെയോ തന്നെയാണ് പണം പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി മാത്രമാണ്. അതേസമയം തന്നെ കമ്പനി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഒരു ആർബിട്രറി അസറ്റ് ബേസ് ഇതുമായിട്ട് ആഡ് ചെയ്യപ്പെടും. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്ലാൻഡായിട്ട് വളരെ നല്ല രീതിയിൽ ബുദ്ധിപരമായിട്ട് പ്ലാൻഡായിട്ടുള്ളൊരു നീക്കങ്ങളിലൂടെയാണ് ബ്രൈറ്റ്കോം ഗ്രൂപ്പ് കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായിട്ട് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കമ്പനിയുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത്, ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഒരു കമ്പനി ഒട്ടും ബോധവാന്മാരല്ല, അഥവാ ബോധേഡ് അല്ല. കാരണം ഈ കമ്പനി എനിക്ക് തോന്നുന്നൊരു 5-6 തവണ കമ്പനിയുടെ പേര് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ. കാരണം ഒരു കമ്പനി നമുക്കറിയുന്ന പോലെ തന്നെ അതിൻ്റെ ലോഗോ മാറ്റണമെങ്കിൽ തന്നെ കമ്പനി 100 തവണ ആലോചിക്കും.
ഉദാഹരണമായിട്ട് നമ്മൾ ITC എന്ന് പറയുമ്പോൾ ഒരു ലോഗോ, അല്ലെങ്കിൽ ഇൻഫോസിസിൻ്റെ ആ ഒരു ലോഗോ, അല്ലെങ്കിൽ നമുക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള ഹാവ്ലെറ്റ് പക്കാർഡ് HP കമ്പ്യൂട്ടറിൻ്റെ ലോഗോ, ഈ ലോഗോയൊക്കെ നിങ്ങൾ പെട്ടെന്നൊരു ദിവസം മാറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. സത്യം പറഞ്ഞാൽ കമ്പനിക്ക് എന്തൊരു വലിയ നഷ്ടമാണ് വരുന്നത്. കാരണം 10,000-കണക്കിന് കോടി രൂപയോ ലക്ഷക്കണക്കിന് കോടി രൂപയോ നടത്തി ലോകം മുഴുവൻ നടത്തുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ, അതിനകത്ത് ലോഗോ വലിയൊരു പ്രാധാന്യമുള്ള കാര്യമാണ്. ജനങ്ങളുടെ മനസ്സിലേക്ക് ആ ലോഗോ ഉൾപ്പെടെയാണ് എത്തിപ്പെടുന്നത്. അപ്പോഴാണ് പേരേ കമ്പനി കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അനേകം തവണ മാറ്റുന്നത്. അപ്പോൾ കമ്പനി ഉണ്ടാക്കപ്പെട്ടത് കമ്പനി നല്ല രീതിയിൽ നടത്താനോ അല്ലെങ്കിൽ കമ്പനി ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കാനോ അല്ല ഈ ഒരു BCG എന്ന് പറയുന്ന കമ്പനി നടത്തിയിരിക്കുന്നത്. അതിനു പകരം ഈ ഒരു കമ്പനി അതിൻ്റെ ചീത്തപ്പേര്, പിൽക്കാലങ്ങളിൽ ഉണ്ടായിരുന്ന ചീത്തപ്പേര് ഉണ്ടായിരുന്ന ആ പേര് മാറ്റങ്ങളിലൂടെ ആ ചീത്തപ്പേര് ആ കമ്പനിയിൽ നിന്ന് എടുത്തു മാറ്റുക. ഡിജിറ്റൽ മീഡിയയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലാകട്ടെ ഗൂഗിളിൻ്റെ സെർച്ചിലാകട്ടെ ഒരു കമ്പനിയുടെ പേരുമായി ചേർന്നിട്ടാണ് അതിൻ്റെ ചീത്ത കാര്യങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നത്. ബ്രൈറ്റ്കോം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് വലിയ ചീത്തപ്പേരുകളോ ഇങ്ങനെ സംഭവങ്ങളൊന്നും അടുത്ത കാലം വരെ കാണാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ലൈക്കോസ് മീഡിയ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ബ്രൈറ്റ്കോമിൻ്റെ ആദ്യത്തെ പേര്, ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടമാനം വെൻഡേഴ്സിൻ്റെ വരെയുള്ള കംപ്ലയിൻസ് ഒക്കെ നിങ്ങൾക്ക് കുറേ കാണാൻ കഴിയും. ചായയ്ക്ക് കുടിച്ചതിൻ്റെ പൈസ കൊടുത്തില്ല എന്നുള്ളത് വരെ, ചായ സപ്ലൈ ചെയ്ത വെണ്ടറുടെ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് പലയിടത്തും കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കത്തിലൂടെ അങ്ങനെ ചീത്തയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ കമ്പനിയുടെ പേരിൽ നിന്നും ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കി. അപ്പോൾ ഇതേപോലെ വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിലൂടെയാണ് കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഈ കമ്പനി മുമ്പോട്ട് പോയി നാട്ടുകാരെയും ജനങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സെബിയുടെ ഡേറ്റയിൽ തന്നെ പറയുന്നത് കഴിഞ്ഞ 34 ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 8 വർഷത്തിലേറെ 34 ക്വാർട്ടറിൻ്റെ അകത്ത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ റിപ്പോർട്ട് ചെയ്തതിൽ 31 തവണയും സംശയാസ്പദമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏകദേശം 90% കാലങ്ങളിലും റിപ്പോർട്ട് ചെയ്ത ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ സംശയാസ്പദമാണ്. ഇങ്ങനെയുള്ളൊരു കമ്പനി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ മുകളിൽ മാത്രമാണ് ഇത്രയും കാലം ഈ വില നിലവാരത്തിൽ എങ്കിലും നിൽക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇത്രയൊക്കെ ഡേറ്റയൊക്കെ ന്യൂസൊക്കെ പുറത്ത് വന്നുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഈ കമ്പനി ലോവർ സർക്യൂട്ടിൻ്റെ അകത്തുനിന്ന് അല്ലാതെ പുറത്ത് കിടക്കാൻ സാധ്യതകളുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ ഒറ്റ കാര്യമുള്ള അവസാനമായിട്ട് പറയുന്നത്, നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് വരുന്ന റെക്കമെൻഡേഷൻസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ കൈകൊള്ളും. ചിലപ്പോൾ ഹ്രസ്വകാലത്തേക്ക് കുറച്ച് ദിവസങ്ങളിലേക്കൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവരും വാങ്ങിക്കാൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ആദ്യം പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിറ്റൊഴിവാക്കാൻ പറ്റിയേക്കും. പക്ഷേ ദീർഘകാലത്തേക്ക് ഈ ഒരു കമ്പനി 100 രൂപയ്ക്ക് വാങ്ങിച്ചു വെച്ചോ, നിങ്ങൾക്ക് 10 വർഷം കഴിയുമ്പോഴത്തേനും അത് 10 കോടിയായി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല ഇതും കണ്ടിട്ട് നിങ്ങൾ 10 വർഷത്തേക്ക് കാത്തിരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും കമ്പനി കാണാതെ പോവുകയുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായം നമുക്ക് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.